മൈ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മളിന്നൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അമ്പലം വരെ പോവാം കേട്ടോ. പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കോളേജിലെ ലാസ്റ്റ് സെമ്മായ 6th സെമ്മിലെ ഒരു ഭാഗമാണ് ഈ പ്രോജക്റ്റ്. അപ്പോൾ 5 പേരടങ്ങുന്ന ഗ്രൂപ്പായിട്ടാണ് ഞങ്ങളെ തിരിച്ചിരിക്കുന്നത്. 5 പേരിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക്കാണ് കൊല്ലത്തുള്ള കാട്ടിൽ മേക്കതിൽ അമ്പലം. അപ്പോൾ അമ്പലം വരെ പോയിട്ട് അമ്പലത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി ഉള്ളത് കൊണ്ട് ഞങ്ങൾ 5 പേരും പിന്നെ കോളേജിലുള്ള ബാക്കി 5 പേരും, അങ്ങനെ മൊത്തത്തിൽ 10 പേരാണ് അമ്പലത്തിലൂടെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്നത്. ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്ന് കൊല്ലം ബസ്സിലാണ് കയറിയത്. കൊല്ലം ഫാസ്റ്റ് കയറിയിട്ട് ശങ്കരമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് ദൂരമുണ്ട്, 2 മണിക്കൂറോടത്തോളം ഉണ്ട്. ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാനായിട്ട് ഏറ്റവും കൂടുതലുള്ള കുട്ടിയായിരുന്നു അത്. ആൾ 5:30 തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ഷീണത്തിൽ അവിടെ ഒറ്റയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും തന്നെ ഒരുമിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയുടെ അനിയത്തിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ദൂരമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് എല്ലാവരും കൂടി ഇരിക്കുകയായിരുന്നു കേട്ടോ. അമ്പലത്തിൽ പോവാണ്. നമ്മുടെ കമ്മലൊക്കെ ഓടിപ്പോയിട്ടുണ്ട്. ഇതാണ് നന്ദന, ഇത് ചാള. ഞങ്ങള് 5 പേരാണ് പ്രോജക്റ്റ് ചെയ്യുന്നത്. ഹരിയും കൂടെ ഉണ്ട് കേട്ടോ. ഇത് ഇന്ദ്രജിത്തിന്റെ അനിയത്തി. നമ്മളിവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ്ട് ഹരി. എന്തേലൊക്കെ പറഞ്ഞേ. ഇത് ദേവൻ. എപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങി? 6 വെളുപ്പിനേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചാള എപ്പ ഇറങ്ങി? ശങ്കരമംഗലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് 30 രൂപ കൊടുത്താൽ ഓട്ടോയിൽ നമ്മൾ ഈ കൊട്ടാരം കടവെന്ന് പറഞ്ഞ സ്ഥലത്തെത്തിക്കും. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം ദൈവാനുഗ്രഹത്താൽ ഓട്ടോയും ഇല്ല, ബസ്സും ഇല്ല, ഒന്നും അവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്നപ്പോഴത്തേക്കും അവിടെ KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സും ഒക്കെ ഈ റൂട്ടിൽ ഓടുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇത്തവണ വന്നപ്പോഴത്തേക്കും അവിടെ ഒന്നും ഇല്ലായിരുന്നു, ഓട്ടോ പോലും കിടപ്പില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങനെ വെച്ച് പിടിച്ച് നടന്നു പോകുന്നു കേട്ടോ. ഈ അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കായലിൻ്റെയും കടലിൻ്റെയും നടുക്കാണ് ഈ ഒരു അമ്പലം. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ജങ്കാറുണ്ട്. ജങ്കാറ് കയറി വേണം അക്കരയിലോട്ട് പോകാൻ. ഇനി ജങ്കാറില്ലാന്നുണ്ടെങ്കിൽ കടത്തുണ്ട്. കടത്തോളം കയറി കഴിഞ്ഞാൽ നമുക്ക് അക്കരെ ഇറങ്ങാം. അപ്പോൾ കടത്തുകൂലി കൊടുക്കണമെന്നേ ഉള്ള ഒരാൾക്ക് 10 രൂപ വെച്ചാണ് കേട്ടോ. നമ്മളവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ജങ്കാർ വന്ന് ഇക്കരെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ജങ്കാറിൽ കയറിയിട്ട് നേരെ അക്കരയിലോട്ട് ഇറങ്ങിയത്. ഈ ഒരു ആറിൻ്റെ കുറുകെ, ആറല്ല കായലെന്നാണ് പറയുന്നത്. കായലിൻ്റെ കുറുകെ അപ്പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ദൂരമേ ഉള്ളൂ നടക്കാനായിട്ട്. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് പോലും ഇല്ല, 2 മിനിറ്റ് നടക്കുമ്പോഴത്തേക്കും അമ്പലം എത്തും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പോയത് ശനിയാഴ്ചയായിരുന്നു. സാധാരണ ദിവസങ്ങളിൽ ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ നല്ല തിരക്കാണ്. പക്ഷെ ഇന്ന് അത്ര തിരക്കില്ലായിരുന്നു കേട്ടോ. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അമ്പലത്തിലേക്ക് നടന്നു പോകുന്ന വഴികളിൽ 2 സൈഡിലും നിറയെ കച്ചവടക്കാരാണ് കേട്ടോ. ചെരുപ്പ്, ബാഗ്, പൊരിക്കടികൾ, അങ്ങനെ പല ഐറ്റംസ്, മോരുണ്ട്, വെള്ളം, കുറേ ഐറ്റംസ് എല്ലാം വിൽക്കുന്ന കുറേ കടകൾ നമ്മൾ 2 സൈഡിലും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവിടുന്ന് കുറച്ച് ദൂരം നടന്നു ചെല്ലുമ്പോഴത്തേക്കും നേരെ നമ്മൾ എത്തിപ്പെടുന്നത് അമ്പലത്തിലോട്ടാണ്. അതിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ ഒന്നും സ്ഥലങ്ങളൊന്നുമില്ല. ഫുള്ളിങ്ങനെ ഒരു മരുഭൂമി പോലെ കിടക്കുകയാണ്. അതിൻ്റെ ബാക്ക് സൈഡിൽ, അതായത് അമ്പലത്തിൻ്റെ പുറകു വശത്തായിട്ട് കടലാണ്. അതിൻ്റെ അമ്പലത്തിൻ്റെ തൊട്ട് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കായലാണ്. അങ്ങനെയാണ് ഈ ഒരു സ്ഥലം രൂപപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ പ്രധാനമായിട്ട് ഈ അമ്പലത്തിൽ വന്നത് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നമ്മൾ ഈ അമ്പലത്തിൽ വരുമ്പോഴത്തേക്കും എല്ലാവരും മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യമായിരിക്കും അമ്പലത്തിൽ മണി കെട്ടുക എന്ന് പറയുന്ന ചടങ്ങ്. അല്ലെങ്കിൽ അമ്പലത്തിൽ വരുന്നതേ ഈ മണി കെട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പം ഞങ്ങളും ആദ്യം തന്നെ പോയത് മണി കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ മണി കെട്ടുന്ന ഈ ഒരു ചടങ്ങുള്ളത് കൊണ്ടാണ് ഈ ഒരു അമ്പലം ഇത്രയും പ്രസിദ്ധമായതെന്ന് വേണമെങ്കിൽ തന്നെ പറയാം.
നമ്മൾ ഈ ഒരു മണിനേർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം ഈ റെസിപ്റ്റ് കൗണ്ടറിൽ വന്നിട്ട് നമ്മുടെ നാളും പേരും പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് പച്ച കളറിലെയോ പല കളറിലെ ട്രേയിൽ നമുക്ക് ആ ഒരു റെസിപ്റ്റ് വെച്ച് തരും. നമുക്ക് ആ വെച്ച് തരുന്ന റെസിപ്റ്റിൻ്റെ ആ ഒരു ട്രേയുടെ കളർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കയറുക. അമ്പലത്തിൻ്റെ നടയിൽ നമ്മൾ ഈ ഒരു ട്രേ വെച്ചതിന് ശേഷം നമ്മൾ തൊഴുത് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഈ കാണുന്ന പല കളറിലുള്ള ഗോപുരം ഉണ്ടല്ലോ, നമ്മുടെ ട്രേയുടെ കളറുള്ള ഗോപുരത്തിൻ്റെ മുൻപിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും പൂജാരി നമുക്ക് ആ ട്രേയിൽ മണി വെച്ചിട്ട് നമ്മുടെ പേര് വിളിച്ച് നമുക്കത് തരുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല. കുറേയേറെ പ്രതിഷ്ഠകളും അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ക്യാമറ കേരളത്തെടുത്ത് വിട്ട് നമുക്ക് ക്യാമറ കയറ്റണം, അതാണ് നമ്മുടെ കഴിവ്. എങ്ങനെയുണ്ട് ഗൈസ്? പറയണോ പൊട്ട മൂന്തി പൊട്ടി ഇരിക്കാതെ എന്തോ പറയണ്ടേ? വന്ന എക്സ്പീരിയൻസ് വന്നിട്ട് തന്നെ ചൂടുണ്ട് ഗൈസ്. പിന്നെ മണി എനിക്ക് കെട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ മണി വരെയായിരിക്കും വലിയ വിശ്വാസത്തിൽ എല്ലാവരും കൂടി ഇരിക്കുന്നു. ഇന്ന് ക്യാമറാമാൻ ആരെയാണ്? അങ്ങനെ പറഞ്ഞ പ്രകാരം നമ്മുടെ മണികളെല്ലാം പൂജിച്ച് നമുക്ക് അതേ ട്രെയിൽ തന്നെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ തൊട്ട് പറ്റിയുള്ള വലതുവശത്ത് കാണുന്ന പേരാൽ മരത്തിൽ 7 പ്രാവശ്യം വലം വെച്ചതിന് ശേഷം വളരെ ഭക്തിയോടുകൂടെ വേണം നമ്മൾ ഈ ഒരു മണി അതിലേക്ക് കെട്ടാൻ വേണ്ടിയിട്ട്. മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഈ ആചാരമാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. മണിനേർച്ചയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടെങ്കിലും ഇതിൻ്റെ പിന്നിലൊരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ വൃശ്ചിക മഹോത്സവത്തിൽ കൊടി കയറിയപ്പോൾ അതിൽ നിന്നും ഒരു മണി താഴെ പോയെന്നും അത് കണ്ട ക്ഷേത്ര പൂജാരി ആ മണി എടുത്ത് തൊട്ടടുത്തുള്ള പേരാലിൽ കെട്ടിയെന്നും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അഭിവൃദ്ധി ഉണ്ടായെന്നുമാണ് ഐതിഹ്യം. കൂടാതെ ദേവപ്രശ്നത്തിൽ പേരാലിൽ മണി കെട്ടുന്നത് ദേവീ പ്രീതിക്ക് ഉത്തമമാണെന്ന് തെളിയുകയും ചെയ്തു. ഇതാണ് ഈ ഒരു മണി കെട്ടുന്നതിൻ്റെ പിന്നിലുള്ള ആചാരം. പിന്നെ ഈ അമ്പലത്തിലെ മറ്റൊരു പ്രത്യേകത 365 ദിവസവും നമുക്ക് ഇവിടെ വന്ന് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ഞങ്ങൾ തൊഴുതെല്ലാം വന്ന് നിന്നപ്പോഴത്തേക്കും കുറേ ആൾക്കാർ പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു. ഞങ്ങളെ വിളിച്ചിട്ട് അവർ പൊങ്കാല പായസം, പലര് പൊങ്കാല ഇട്ട പായസം ആയതുകൊണ്ട് പല ടേസ്റ്റ് ആയിരുന്നു, നല്ല രുചി ഉണ്ടായിരുന്നു. വിശന്നിരുന്നത് കൊണ്ട് തന്നെ ചിലത് ശർക്കര കൂടിയതുണ്ടായിരുന്നു, ചിലത് നെയ്യ് കൂടിയതുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിനുശേഷം ഒരു ഉച്ചയായപ്പോഴത്തേക്കും അവിടെ ശീവേലി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും തൊഴുത് അവിടെ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങളും അത് കണ്ടുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ക്ഷേത്രത്തിലെ ഭാരവാഹികളെ കണ്ടിട്ട് ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യവും ചരിത്രവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ തിരക്കി. അവരൊക്കെ വളരെ താല്പര്യത്തോട് കൂടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്ഷേത്ര പൂജാരി ഉണ്ടല്ലോ, ആദ്യമായിട്ട് പേരാലിൽ മണി കെട്ടിയെന്ന് പറഞ്ഞ ആ പൂജാരി തന്നെയാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങളും പറഞ്ഞു തന്നത്. അദ്ദേഹത്തെ നേരിൽ കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. 30 വർഷമായിട്ട് അദ്ദേഹം ഇവിടുത്തെ പ്രധാന പൂജാരിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അമ്പലത്തിൽ തന്നെ കഞ്ഞിയും ഉണ്ടായിരുന്നു, ചോറും ഉണ്ടായിരുന്നു. ഞങ്ങൾ ചോറാണ് കേട്ടോ കഴിച്ചത്. വിശന്നിരുന്നത് കൊണ്ടാണോ നടത്തില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിലും ഈ അമ്പലങ്ങളിലെ ഭക്ഷണങ്ങൾക്കൊക്കെ അതിയായ ടേസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ ചാനലിൽ 40,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഞാൻ അവിടെ വെച്ചൊരു റീല് പോലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഒരു ബുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ സെക്രട്ടറി. അപ്പോൾ നമ്മൾ ബുക്ക് വാങ്ങിക്കണം. ഈ അമ്പലത്തിൻ്റെ പുറകുവശത്ത് അറബിക്കടലാണ് കേട്ടോ. 2004 സുനാമി തിരമാലകളെ അതിജീവിച്ചൊരു അമ്പലം കൂടിയാണ് ഇത്. ഈ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ ബീച്ചാണ് കേട്ടോ. ഇത് ആ കാണുന്നതാണ് അമ്പലം, അതിൻ്റെ ഈ സൈഡിൽ ഫുള്ള് ബീച്ചാണ്. അങ്ങനെ ക്ഷേത്രത്തിലെ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ തിരക്കിയതിന് ശേഷം ഞങ്ങൾ ബീച്ചിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ വന്ന കുറച്ച് പേര് കുഴഞ്ഞൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ബീച്ചിലൊന്നും ഇങ്ങോട്ട് വരാഞ്ഞത് കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ നേരം കഥയൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ജങ്കാറില്ലായിരുന്നു. ലാസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ അമ്പലത്തിലുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു, നട അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ജങ്കാറിലെത്തത് കൊണ്ട് കടത്തുവള്ളത്തിലാണ് ഇക്കരയിലോട്ട് ഇറങ്ങിയത്. വള്ളത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒരാൾക്ക് 10 രൂപയാണ്. അങ്ങനെ കടത്തുവള്ളത്തിൽ കയറിയിട്ട് ഞങ്ങൾ ഇക്കരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇക്കരെ ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ ബസ് ഒന്നും
ഒന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അമ്പലത്തിൽ പോയിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ഒരു വട്ടം പോയി നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെയും ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.